ഹലോ എവരിബഡി, വെൽക്കം ബാക്ക് ടു ദ ചാനൽ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തിനെക്കുറിച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ ഈ ഒരു ബൈക്കിൻ്റെ മൈലേജ് ഒഫീഷ്യലി ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. അതായത് റോഡിൽ നമ്മൾ നോർമൽ ഒരു റൈഡർ ഓടിക്കുമ്പോൾ ഡോമിനോർ 400 BSXന് എത്ര മൈലേജ് കിട്ടും. ജസ്റ്റ് സിംപ്ലി പറയുകയാണെങ്കിൽ മൈലേജ് ടെസ്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലിറ്റർ പെട്രോൾ അടിച്ചിട്ട് ചെയ്യുന്ന പരിപാടിയല്ല. പകരം നമ്മൾ ചെയ്യുന്നത് ടാങ്ക് ടു ടാങ്ക് ആണ്. അതായത് ആദ്യം നമ്മൾ ട്രിപ്പ് റീസെറ്റ് ചെയ്യും, എന്നിട്ട് ആദ്യം ഫുൾ ടാങ്ക് അടിക്കും, എന്നിട്ട് നമ്മൾ ഒരു സർട്ടൈൻ ഡിസ്റ്റൻസ് കവർ ചെയ്യും, ഒരു 50-60 കിലോമീറ്റേഴ്സൊക്കെ നമ്മൾ കവർ ചെയ്യും, എന്നിട്ട് എഗെയിൻ നമ്മൾ റീഫ്യൂൽ ചെയ്യും. അപ്പോഴത്തേനും അത്രയും ട്രിപ്പ് ഓടാനായിട്ട് എത്ര ലിറ്റർ ഫ്യൂലായി എന്ന് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആക്ച്വലി ഇതിൻ്റെ മൈലേജ് ചെക്ക് ചെയ്യുന്നത്. ആൻഡ് ഐ തിങ്ക് അതാണ് കുറച്ചുകൂടെ ആക്യുറേറ്റ് വാല്യൂ തരുന്നത് ദാൻ 1 ലിറ്റർ പെട്രോൾ അടിച്ച് ടെസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും. ആൻഡ് നിങ്ങൾക്ക് ഇതിനൊരു ഹൈവേ ബേസ്ഡ് മൈലേജ് ടെസ്റ്റായിട്ട് കാണാം. കാരണം നമ്മൾ കൂടുതലും ഓടിക്കാൻ പോകുന്നത് ഈ ഒരു ഹൈവേയിലോട്ടാണ്. ഇത് ആക്ച്വലി കന്യാകുമാരി ട്രിവാൻഡ്രം ഹൈവേ ആണ്, ബൈപ്പാസാണ്. അപ്പോൾ ഇവിടെ കൂടെ ആയിരിക്കും നമ്മൾ ഓടിക്കാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് കൂടുതലും ഹൈവേയിൽ ഉള്ളൊരു മൈലേജ് ടെസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ആൻഡ് ഇതുവരെ ഞാൻ ഈ ഒരു ബൈക്കിൻ്റെ മുകളിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. ഇത്രയും കാലം നമ്മൾ ഇതൊരു 3 years ആയി ഞാൻ ഈ ഒരു ബൈക്ക് ഓൺ ചെയ്യുന്നു. ആൻഡ് ഇത്രയും കൊല്ലം ആകുമ്പോഴത്തേനും നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ഒരു ആവറേജ് കിട്ടും. നമുക്ക് ഇത്രയായിരിക്കും ഈ ഒരു ബൈക്കിൻ്റെ മൈലേജ് എന്ന്. അത് വെച്ചിട്ടാണ്, അത് എൻ്റെ മൈൻഡിൽ ഉണ്ടായിട്ടാണ് ഞാൻ ഇത്രയും കാലം ഓടിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ഒരു വീക്കെൻഡാണ്, സോ ഒരു റൈഡിന് വേണ്ടി ഇറങ്ങി. സോ എന്തായാലും പോവല്ലേ, മൈലേജ് കൂടെ ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആക്ച്വലി ഞാൻ ഇത് രണ്ടാമത് റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ. ഇതിന് മുന്നേ ഞാൻ റെക്കോർഡ് ചെയ്തത് ആക്ച്വലി എന്തോ എറർ വന്നിട്ട് പോയി. ഞാൻ ഫുൾ ടാങ്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ട്രിപ്പ് മീറ്ററിനകത്ത് നമ്മൾ 13 കിലോമീറ്റേഴ്സ് കവർ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 75 അല്ലെങ്കിൽ ഒരു 80 കിലോമീറ്റേഴ്സ് കവർ ചെയ്യാം. എന്നിട്ട് നമുക്ക് എഗെയിൻ റീഫ്യൂൽ ചെയ്യാം. സോ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബൈക്കിൻ്റെ മീറ്ററിൽ നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസ് കാണാൻ പറ്റും. അതായത് ആവറേജ് ഫ്യൂൽ കൺസപ്ഷൻ, അതുപോലെ തന്നെ ഡൈനാമിക് ഫ്യൂൽ എന്ന് പറഞ്ഞിട്ട്. ആവറേജ് ഫ്യൂൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ട്രിപ്പിൽ ഓടിയ സ്പീഡും കാര്യങ്ങളൊക്കെ വെച്ച് കവർ ചെയ്തിട്ട് ബൈക്ക് തരുന്ന ഒരു മൈലേജ് ഫിഗറാണ്. അപ്പോൾ എനിക്ക് മോസ്റ്റ്ലി 28-27 ഒക്കെയാണ് കാണിക്കുന്നത്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന മൈലേജും ഏതാണ്ട് അതൊക്കെ തന്നെയാണ്. ഏതാണ്ട് ഒരു 27 ഒക്കെ കിട്ടിയാൽ ഞാൻ ഹാപ്പിയാണ്. അതിൽ കൂടുതൽ കിട്ടിയാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആൻഡ് വേറൊരു സാധനമുണ്ട്, ഡൈനാമിക് ഫ്യൂൽ കൺസപ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൂടെ ഉണ്ട്. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ ഓടിക്കുന്നതിനനുസരിച്ചിട്ടുള്ള മൈലേജ് കാണിച്ചുകൊണ്ടിരിക്കും. അതൊട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എനിക്ക് 80 ഒക്കെ കാണിച്ചിട്ടുണ്ട്, 80 കാണിക്കും, 70 കാണിക്കും, ചിലപ്പം 5ഉം 10ഉം ഒക്കെ കാണിക്കും. അതാണ് ഡൈനാമിക് ഫ്യൂൽ കൺസപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻസ് ഈ ഒരു ബൈക്ക് തരുന്നുണ്ട്. സോ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എത്രത്തോളം ആക്യുറേറ്റ് ആണ് ഈ ഒരു ഫിഗേഴ്സ് എന്നൊക്കെ. സോ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. നോക്കാം നമുക്ക് എത്രയാണ് ഈ ഒരു ബൈക്ക് തരുന്ന മൈലേജ്. സോ നമുക്കിവിടെ നിന്ന് പോവാം. ഫുൾ ടാങ്ക് ചെയ്തിട്ടുണ്ട് ആൻഡ് നമ്മൾ 13 കിലോമീറ്ററും കവർ ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് മൂവ്. ഇതാണ് ഞാൻ പറഞ്ഞ ആവറേജ് ഫ്യൂൽ കൺസപ്ഷൻ. എനിക്കിപ്പോൾ കാണിക്കുന്നത് 28 km/L, അതായത് 28 കിലോമീറ്ററാണ് എൻ്റെ മൈലേജ് കാണിക്കുന്നത്. ആൻഡ് പോവാം നമുക്ക്. ഒരു 75 കിലോമീറ്റർ നമുക്ക് പോവാം, എന്നിട്ട് നമുക്ക് അടുത്ത റീഫിൽ ചെയ്യാം. 75 to 80, 85 അത്രയും വേണ്ട, നമുക്കൊരു 80 കിലോമീറ്റർ ഓടിക്കാം. അങ്ങോട്ടുമില്ല 80 കിലോമീറ്റർ, എന്നിട്ട് നമുക്ക് അടുത്ത റീഫിൽ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ബൈക്ക് ഓടിക്കുന്നത് മൊത്തം ഒരു 80 to 100, മാക്സിമം ഒരു 110, അതായിരിക്കും നമ്മുടെ ക്രൂസിങ് സ്പീഡ്. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ പോയില്ല. അതിൻ്റെ ഇടയിൽ ഓടിച്ചിട്ടായിരിക്കും നമ്മൾ ഈ മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ റാഷായിട്ടൊന്നും ഓടിക്കാൻ പോകുന്നില്ല. കാരണം ഡെയിലി എല്ലാവരും ഈ ഒരു സ്പീഡിലാണ് ഓടിക്കുന്നത് ഈ ഒരു ബൈക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫിഗേഴ്സാണ് നമുക്ക് വേണ്ടത്. സോ നമ്മൾ ഓടിക്കുന്നത് മാക്സിമം ഒരു 100-110 ഒക്കെ ആയിരിക്കും മാക്സിമം സ്പീഡാണ് പറയുന്നത്. മിനിമം ഒരു 80 ഒക്കെ ആയിരിക്കും ഓടിക്കാൻ പോകുന്നത്. ആൻഡ് ഒരു 6,500 RPM കീപ്പ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. ആൻഡ് നോർമൽ ഷിഫ്റ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു 5,500 നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. ഒട്ടും വലിച്ചൊന്നും ഓടിക്കില്ല. ഭയങ്കര നാച്ചുറലായിട്ട്, ഭയങ്കര നോർമലായിട്ടാണ് നമ്മൾ വണ്ടി ഓടിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് മൂവ്. ഇപ്പോൾ 13.5 kilometers ആയി. നോക്കാം നമുക്ക് എത്രത്തോളം ബൈക്ക് മൈലേജ് തരുമെന്ന്. ഐ എം സോ എക്സൈറ്റഡ് മാൻ. ഞാൻ ഇതുവരെ ടെസ്റ്റ് ചെയ്തൊന്നും അങ്ങനെ നോക്കിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് ഇങ്ങനെ. ആൻഡ് ഇതും റെക്കോർഡ് ആവുന്നുണ്ടായിരിക്കും അല്ലേ? റെക്കോർഡ് ആവുന്നുണ്ടോ? നമുക്ക് എന്തായാലും ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് പോവാം. കാരണം ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. ഇതിന് മുന്നത്തെ റെക്കോർഡ് ആക്ച്വലി എന്തോ പണി കിട്ടി. സോ റെക്കോർഡ് ആവുന്നുണ്ട്. നമുക്ക് പോവാം. ഇന്നൊരു സൺഡേ ആണ്. സോ അതുകൊണ്ട് റോഡിൽ അധികം തിരക്കൊന്നുമില്ല. നമുക്ക് എത്ര വേണോ സ്പീഡിൽ പോവാം.
പക്ഷേ എന്നാലും നമ്മളൊരു 110 ആണ് നമ്മൾ വെച്ചിട്ടുള്ള മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് കീപ്പ് ചെയ്ത് ഓടിക്കാം. ഇപ്പോൾ എനിക്ക് 29 കിലോമീറ്ററായി മൈലേജ് കാണിക്കുന്നത്. സോ നമ്മൾ ഏതാണ്ട് 22.3 കിലോമീറ്റേഴ്സായി. ഇനിയും കുറച്ചുകൂടെ പോവാം. നമുക്ക് കുറച്ചുകൂടെ അല്ല, കുറച്ചധികം പോവാം. റോഡിലധികം ആൾക്കാരൊന്നുമില്ല. സോ നമുക്ക് ഒരു 100 പിടിക്കാം. സോ നമ്മൾ ഏതാണ്ട് 34 കിലോമീറ്റേഴ്സായി. ആൻഡ് നമ്മൾ ഏതാണ്ട് ട്രിവാൻഡ്രം സിറ്റി എത്തി. മേ ബി ഇനി അങ്ങോട്ട് ഇച്ചിരി ട്രാഫിക് കാണാൻ സാധ്യതയുണ്ട്. നോക്കാം നമുക്ക്. സോ ഇതുവരെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തേക്കുന്ന എല്ലാം ഒരു 5500 RPM-ലാണ്. ആൻഡ് 6500 RPM നമ്മൾ ക്രോസ് ചെയ്തിട്ടുമില്ല. ആ ഒരു RPM ലിമിറ്റിലാണ് നമ്മൾ ഇത്രയും ദൂരം വണ്ടി ഓടിച്ചത്. ഇനിയും നമ്മൾ അങ്ങോട്ട് ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ഓടിക്കാനും പോകുന്നത്. ഓക്കെ, സോ നമുക്ക് വീണ്ടും ഒരു സിഗ്നൽ കിട്ടി. ഓക്കെ, ഫ്രണ്ടിൽ പോ. നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ഒരു ഡേറ്റോണ പോകുന്നുണ്ട് 675. വൺ ഓഫ് മൈ ഫേവറേറ്റ് ബൈക്കാണത്. സൗണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. ആൻഡ് നമ്മൾ ഏതാണ്ട് 41.2 കിലോമീറ്റേഴ്സായി. ഇനി ഒരു 35 കിലോമീറ്റേഴ്സ് കൂടെ നമുക്ക് ഓടിക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത റീഫ്യൂൽ ചെയ്യാം. സോ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ വരുന്ന വഴിക്ക് ഒരു ആക്സിഡൻറ്റ് കണ്ടായിരുന്നു. അപ്പോഴാണ് ഇതിനെക്കുറിച്ച് പറയണമെന്ന് തോന്നിയത്. ഈയിടെയായിട്ട് നമ്മൾ കുറേ ആക്സിഡൻറ്റ്സ് കാണുന്നുണ്ട്. ഇൻസ്റ്റഗ്രാം ത്രൂ നമ്മൾ കാണുന്നുണ്ട്. യൂട്യൂബിലൂടെയൊക്കെ ഒരുപാട് പിള്ളേർ അപകടത്തിൽപ്പെട്ടിട്ട് മരിച്ചു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. സോ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾവേസ് ബി റെസ്പോൺസിബിൾ ഓൺ ദ റോഡ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 1000 ലൈക്കിന് അല്ലെങ്കിൽ 2000 ലൈക്കിന് വേണ്ടിയിട്ട് അതൊന്നും അല്ല ജീവിതം. ആക്ച്വലി ജീവിതം എന്ന് പറയുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാടുണ്ട്. സോ ഓൾവേസ് ബി റെസ്പോൺസിബിൾ വൈൽ റൈഡിങ് മോട്ടോർ സൈക്കിൾസ്. ഇതൊക്കെ ഭയങ്കര ഹരമായിട്ടൊക്കെ തോന്നുന്നു നമുക്ക്, ഭയങ്കര സ്പീഡിൽ പോകുന്നതൊക്കെ. ഒന്ന് ചിന്തിച്ച് നോക്കുക, ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് മതി നിങ്ങളുടെ ജീവിതം മൊത്തത്തിൽ മാറാനായിട്ട്. ആൻഡ് നമ്മൾ കാരണം നമ്മുടെ ജീവിതത്തിനോ മറ്റുള്ളവരുടെ ജീവിതത്തിനോ യാതൊരു പ്രശ്നവും വരാൻ നോക്കുക. സോ ഓൾവേസ് ബി റെസ്പോൺസിബിൾ ഓൺ ദ റോഡ്. ആൻഡ് പണ്ടാരോ പറഞ്ഞിട്ടില്ലേ, വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. സോ ഓൾവേസ് റോഡിൽ ഭയങ്കര ഡീസൻ്റായിട്ട് വണ്ടി ഓടിക്കാൻ നോക്കുക. മോർ ഓവർ എല്ലാവരും റൈഡിങ് ഗിയേഴ്സ് യൂസ് ചെയ്യുക. ഞാനിപ്പം ഗ്ലൗസ് ഇട്ടിട്ടില്ല. അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ മഴയായിരുന്നു. സോ എൻ്റെത് വാട്ടർ പ്രൂഫ് അല്ല ഗ്ലൗസ്. സോ നനഞ്ഞിരിക്കുവാണ്. സോ അത് വിട്ടേക്ക്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് ഹെൽമെറ്റും ഗ്ലൗസും ജാക്കറ്റും ഒക്കെ ഇട്ട് തന്നെ വണ്ടി ഓടിക്കാൻ നോക്കുക. ആൻഡ് ഹിയർ വി ഹാവ് ദി ഡേറ്റോണ 675. ആൻഡ് നമ്മൾ ഏതാണ്ട് 44.6 കിലോമീറ്റേഴ്സ് കവർ ചെയ്തു. ഇത്രയും നേരം നമ്മൾ അധികം ആളും തിരക്കൊന്നും ഇല്ലാത്ത ഹൈവേയിലൂടെയാണ് ഓടിച്ചത്. ഇനി അങ്ങോട്ട് ട്രാഫിക് കാണാനുള്ള സാധ്യത ഇത്തിരി കൂടുതലാണ്. സിറ്റിയാണ്. സോ നമുക്ക് നോക്കാം. സോ ഫൈനലി നമ്മൾ 50 കിലോമീറ്റേഴ്സ് കവർ ചെയ്തു. ചെറുതായിട്ടൊരു മഴ പൊടിയുന്നുണ്ട്. നല്ല മഴയാവുമെന്ന് അറിയില്ല. എന്നാലും നമുക്ക് നമ്മുടെ ടെസ്റ്റ് കണ്ടിന്യൂ ചെയ്യാം. 50.4 കിലോമീറ്റേഴ്സായി. ഫ്യൂൽ ഗേജിന് ഇപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല. ഇപ്പോഴും ഫുൾ ടാങ്ക് തന്നെയാണ് കാണിക്കുന്നത്. ഇറ്റ്സ് എ ഗുഡ് സൈൻ. സോ നമുക്ക് നോക്കാം. ഇപ്പം ആവറേജ് സ്റ്റിൽ എനിക്ക് 28 ആണ്. ഇടയ്ക്കൊന്ന് 27 ആയിരുന്നു. അഗെയിൻ ബാക്ക് ടു 28. മഴ പെയ്യുന്നുണ്ടല്ലോ. ഗോപ്രോ അടിച്ചു പോവോ അറിയില്ല. അങ്ങനെ അടുത്തൊരു സിഗ്നൽ കിട്ടി. ആൻഡ് അഗെയിൻ ഹിയർ വി ഹാവ് ദി ഡേറ്റോണ 675. എന്താ ഭംഗിയല്ലേ. നല്ല വെയിലും അടിക്കുന്നുണ്ട്, എന്നാൽ മഴയും പെയ്യുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ് ആട്ടോ. ആൻഡ് ഇതാണ് പ്രോപ്പർ കഴക്കൂട്ടം. നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ടെക്നോ പാർക്ക്. നല്ല വിശാലമായ റോഡാണ് ഫ്രണ്ടിലോട്ട്.
യാ ചേട്ടൻ ദേ പോയി. ആൻഡ് ഇപ്പോൾ 54.7 കിലോമീറ്റേഴ്സായി. യാ കുറച്ച് ദൂരം കൂടെ നമുക്ക് ഓടിക്കാം. ഇപ്പോൾ 63.2 ആയി. ഇനി കുറച്ചുകൂടെ ഓടിക്കാം, എന്നിട്ട് നമുക്ക് റീഫിൽ ചെയ്യാം. അത്യാവശ്യം ട്രാഫിക് ഉണ്ട്. സോ ഇപ്പോഴത്തെ സ്പീഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്നത് ഒരു 60ക്ക് ബിലോ ആയിരിക്കും. ഒരു 40-50 അതായിരിക്കും നമ്മുടെ ഈ ഒരു സ്ട്രെച്ചിൽ നമ്മുടെ സ്പീഡ്. സോ ഇപ്പോൾ നമ്മൾ ഏതാണ്ട് 66 കിലോമീറ്റേഴ്സായി. അപ്പോഴാണ് ഫ്യൂൽ ഗേജിന് ഒരു അനക്കം വന്നത്. ഇപ്പോൾ ഒരു ഘട്ടം കുറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഫുള്ളായിരുന്നു. ജസ്റ്റ് നമ്മൾ 66 കഴിഞ്ഞപ്പോഴത്തേനുമാണ് ആക്ച്വലി ആ ഒരു ഘട്ടം കുറഞ്ഞത്. ഇനി നമുക്ക് കുറച്ചുകൂടി ഓടിക്കാം. ഒരു 10 കിലോമീറ്റേഴ്സ് കൂടി ഓടിച്ചിട്ട് നമുക്ക് വീണ്ടും പോയി ഫിൽ ചെയ്യാം. സോ ഇപ്പോൾ 70 ആയിട്ടുണ്ട്. 70.1. ഇപ്പോഴും ആവറേജ് 28 ആണ്. ഇടയ്ക്ക് 27 പോവും, അഗൈൻ ബാക്ക് ടു 28. ഇങ്ങനെ മാറി മാറിയിരിക്കും. നമുക്ക് ഡൈനാമിക്കിലോട്ടൊന്ന് ഇട്ട് നോക്കാം. സോ നിങ്ങളിപ്പോൾ കാണുന്നതാണ് ഡൈനാമിക് ഫ്യൂൽ കൺസപ്ഷൻ. ഇത് ആക്ച്വലി ഭയങ്കര കോമഡിയാണ്. ഇപ്പോൾ 33 കാണിക്കുന്നുണ്ട്, 24 ആയി, 28 ആയി, ഇപ്പോൾ 60 ആയി, 41. ഇതാണ് ഇതിൻ്റെ കുഴപ്പം. ഇടയ്ക്ക് 80, എനിക്ക് മാക്സിമം കാണിച്ചിട്ടുള്ള 80 എന്നാണ് എൻ്റെ വിശ്വാസം. 8 കുറവ് 5 കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോവാം. ഇനി നേരെ ഫ്യൂൽ സ്റ്റേഷനിലോട്ട്. 72.2 ആയി. ആൻഡ് യാ ഫൈനലി നമ്മൾ പമ്പിലെത്തി. ആൻഡ് നമ്മൾ 76.7 കിലോമീറ്റേഴ്സ് കവർ ചെയ്തു. നമ്മൾ പറഞ്ഞത് 80 കിലോമീറ്റർ ആണെങ്കിലും യാ ഇതൊക്കെ മതി. നമുക്ക് നോക്കാം. ദ മൊമെൻറ്റ് ഓഫ് ട്രൂത്ത്. ലെറ്റ് സി. 76.8. ഫുൾ ടാങ്ക് കുറച്ചടിച്ചാൽ മതി കേട്ടോ. ഓൾമോസ്റ്റ് ഫുള്ളാണ്. സോ നമുക്ക് 76.3 ഓടാനായിട്ട് അയക്കുന്നത് 2.45 liters ഓഫ് ഫ്യൂവലാണ്. സോ യാ ഫൈനലി നമ്മൾ 76.8 കിലോമീറ്റേഴ്സ് ഓടി. ആൻഡ് അത്രയും ഓടാനായിട്ട് നമുക്കായ ഫ്യൂവൽ എന്ന് പറയുന്നത് 2.45 liters ആണ്. ആൻഡ് നൗ ദ മൊമെൻറ്റ് ഓഫ് ട്രൂത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ 76.8 divided by 2.45. Yeah, and the mileage of this bike is 31.3 kilometer per liter. ഇതിൻ്റെ മീറ്റർ കാണിച്ചത് 28 ആണ്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതും ഏതാണ്ട് 28-29 ഒക്കെ ആയിരുന്നു. ആൻഡ് വി ഗോട്ട് 31 ആണ് നമുക്ക് കിട്ടിയത്. 31.3 വിച്ച് ഈസ് സോ ഗുഡ്. എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അത് അത്യാവശ്യം നല്ല മൈലേജാണ്. വേഴ്സ് സിനാരിയോയിൽ എൻ്റെ പല ഫ്രണ്ട്സിനും 19 കിട്ടി ഞാൻ കണ്ടിട്ടുണ്ട്. അതും കോൺസ്റ്റൻ്റ് ആയിട്ട് അവർക്ക് അത് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈ മൈലേജ് 35,000 കിലോമീറ്റേഴ്സ് ഓടിയ ശേഷമാണ് ഈ ബൈക്കിൽ നിന്ന് കിട്ടുന്നത്. ഇറ്റ് ഈസ് ആക്ച്വലി സോ ഗുഡ്. അതായത് നമ്മൾ വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞ് വാങ്ങുന്ന ഈ ഒരു ബൈക്കിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള മൈലേജും ഉണ്ട്. ഏതാണ്ട് 31.3 നമുക്ക് കിട്ടി. അത് അത്യാവശ്യം നമ്മൾ 100-110 ഒക്കെയാണ് കീപ്പ് ചെയ്ത് ഓടിച്ചത്. ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡൊന്നും ഇല്ലായിരുന്നു. നമ്മൾ 80, 100-110 അതൊക്കെ മാറി മാറിയാണ് ഓടിച്ചത്. ആൻഡ് ഐ എം സോ ഹാപ്പി. നമുക്കങ്ങനെ 30+ കിട്ടിയിട്ടുണ്ട്. 31.3 ആക്ച്വലി. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇത്രയും മൈലേജ്. അപ്പോൾ അതൊക്കെയാണ് ഡോമിനോറിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു മൈലേജ്. വെറുതെ ഒരു റൈഡിന് ഇറങ്ങിയതാണ്. അപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലും മൈലേജ് ടെസ്റ്റ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ യാ ദാറ്റ്സ് ഫോർ ടുഡേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ. ഞങ്ങളുടെ തോട്ട്സൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ആൻഡ് കൂടുതൽ ഓട്ടോമാറ്റിക് കണ്ടൻസുമായിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ അതുവരേക്കും